സ്പോർട്സും ഓൺലൈൻ ഗെയിംസും ഒക്കെ എനിക്ക് കളിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ പലപ്പോഴായിട്ട് നോട്ട് ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓൺലൈൻ ഗെയിം കളിക്കുമ്പോൾ നമ്മുടെ ഒപ്പോണൻറ്റ് ഒരു മാച്ച് തോക്കുവാണെന്ന് അറിയുമ്പം ഇടയ്ക്ക് ഇട്ടേച്ച് പോകുന്നൊരു ആക്ടിവിറ്റി ഞാൻ കാണാറുണ്ട്. ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പല ദിവസമായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആസ് എ ഹ്യൂമൻ ബീങ് നമ്മൾ ഡെയിലി പലതരം സ്ട്രഗിൾസിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രെസ്സിനെയും മറ്റ് തോൽവികളെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഉള്ള മൈൻഡ് സെറ്റ് ഇല്ല, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഹ്യൂമിലിയേറ്റ് ആവുന്ന പോലെ തോന്നുന്ന പേടി കാരണമായിരിക്കും. പക്ഷെ അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ഒരു ഗെയിം എൻജോയ് ചെയ്യുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ ഏതൊരു ഈവൻറ്റിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ ഗെയിം എൻജോയ് ചെയ്ത് കളിക്കുക. ഒപ്പോണൻ്റായിട്ടുള്ള ആൾ നമ്മളിലും മികച്ചതായിട്ട് കളിക്കുന്നതുകൊണ്ടായിരിക്കും നമ്മൾ ആ ഗെയിമിൽ തോറ്റു പോകുന്നത്. പക്ഷെ നമ്മൾ 100% കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. എന്തായാലും ഇന്നലെ ഡിന്നർ കഴിച്ചത് ചപ്പാത്തി, അതിൻ്റെ കൂടെ മുളകിട്ട് വെച്ച മീൻ കറിയും പോത്ത് കറിയുമാണ്. അപ്പോൾ ഞാനിത് വളരെ എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങിയാൽ പോലും, അല്ലെങ്കിൽ ഹാബിറ്റ് തുടങ്ങിയാൽ പോലും, ഇൻ ബിറ്റ്വീൻ അത് സ്റ്റോപ്പ് ചെയ്യാതെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. പെർസിസ്റ്റൻസും കൺസിസ്റ്റൻസിയും ഉണ്ടെങ്കിൽ നമുക്കതിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നിങ്ങളും ഇതുപോലെ എന്തെങ്കിലും നല്ല രീതിയിലുള്ള ഹോബീസ് സ്റ്റാർട്ട് ചെയ്യും. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് അല്ലെങ്കിൽ യൂട്യൂബ് ചാനലൊന്ന് ഫോളോ ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് എ കേസ് ഫുഡ് പ്ലാനറ്റ്. ടേക്ക് കെയർ. നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ ഏത് കറിയാണ് ഇഷ്ടം ഒന്ന് കമൻറ്റ് ചെയ്യാം. എനിക്കിതുപോലെ ചൂടോടെ കിട്ടുന്ന മോദക്കറിയും, പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, പോത്തും കൂടി ഉണ്ടെങ്കിൽ ബേഷാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡോണ്ട് ക്വിറ്റ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുക. ബി ഹാപ്പി. എനിക്കിഷ്ടമുള്ള കാര്യം ഫുഡ് കഴിക്കുക എന്നാണ്. അപ്പം ഞാൻ ഇതുപോലെ വീഡിയോസ് ഇനിയും ഇട്ടുകൊണ്ടിരിക്കും. ഈ പോത്തുകറിയാണ് ഇന്നലെ വെച്ചാണ്. നല്ല ഫ്ലേവറും മസാലയൊക്കെ നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്.